പ്രിയരെ, കോട്ടയം ജില്ലയിലെ മീനച്ചി താലൂക്കിൽപ്പെട്ട ഒരു 110 ഏക്കർ പാറമടയാണ് നിങ്ങളെ കാണിക്കാൻ പോകുന്നത്. ഈ പ്രദേശം മൊത്തം പൊട്ടിച്ച് തകർത്ത് തരിപ്പണമാക്കി ടോറസിന് 10-200 ലോഡ് കല്ല് ഇവിടുന്ന് കൊണ്ടുപോകുന്നുണ്ട്. ഇത് വലിയൊരു മലയാണ്, നാടുകാണി മല എന്നാണ് അറിയപ്പെടുന്നത്. ഈ പ്രദേശം ഉരുളുപൊട്ടലുണ്ടായ സ്ഥലമാണ്. വളരെയധികം ജനങ്ങൾ, ഈ പ്രദേശവാസികളെല്ലാം ആശങ്കയിലാണ്. നമുക്ക് വാർത്തകളിലേക്ക് പോകേണ്ടതായിട്ടുണ്ട്. നമുക്ക് വാർത്തകളിലേക്ക് പോകാം. സർവ്വ ചെലവും കഴിഞ്ഞ് ഒരു 10 ലക്ഷം രൂപ കിട്ടുന്നുണ്ട്. സർവ്വ ചെലവും കഴിഞ്ഞ അവിടെ നിക്കറ് കീറുന്ന ഈ പണിയന്മാരുടെ നിക്കറ് കീറുന്നവരെ മേടിച്ചു കൊടുത്തിട്ട് അവർക്ക് അതും മേടിച്ചു കൊടുത്ത് ചെലവും കഴിഞ്ഞ് സർവ്വ പരിപാടിയും കഴിഞ്ഞ് ഇവന്റെ എല്ലാം വീട്ടിലെ നോക്കിക്കഴിഞ്ഞാൽ ഒരു 10 ലക്ഷം രൂപ ഡെയിലി പിരിയുന്നുണ്ട്. പിന്നെ ഉദ്യോഗസ്ഥന്മാർക്ക് കൊണ്ട് 2-3 ലക്ഷം രൂപ കൊടുത്താൽ അവിടെ ഇരിക്കുന്ന ഒരു ഉദ്യോഗസ്ഥനെ സംബന്ധിച്ചിടത്തോളം പറയുകയാണ് തന്നെ, ഒരു മാസം ഇരുന്ന് കസേര ഇരുന്ന് നിറങ്ങിയാല് തുണിയും ഷഡിയും കീറി കഴിഞ്ഞാൽ അവന് ചിലപ്പം 1 ലക്ഷം രൂപ ശമ്പളം കിട്ടുള്ളൂ. ഇത് ചുമ്മാ ഇരിക്കുമ്പോൾ 1 ലക്ഷം രൂപ ശമ്പളം കിട്ടും അവനെ കഴിക്കൂ. ഇതല്ലേ ഉദ്യോഗസ്ഥന്മാരുടെ ഇടപാട്? വീട്ടിൽ കൊണ്ടേ കൊടുക്കല്ലേ, വല്ല ബാങ്കിലോട്ട് ഇട്ട് കൊടുക്കല്ലേ? ഇതല്ലേ ഓരോരുത്തർ കാണിച്ചു വെക്കുന്ന കുരുത്തക്കേടുകൾ. അതെ, സർവ്വടത്തി നീതിയുള്ളവന്റെ കൂടെ ആരും കാണില്ല, സത്യസന്ധന്റെ കൂടെ ഒരുത്തനും ഇല്ല, തെമ്മാടിയുടെ കൂടെ ആണുള്ളൂ. അവനെ ചൊറിഞ്ഞു കൊടുത്തോണ്ടിരിക്കും. നീട്ട് പണിതോടാന്ന് പറയും. ഇതെവിടെ നടക്കുന്നത്? അങ്ങേ സൈഡിൽ കൂടെ ഒരിടയ്ക്ക് ഇതിലെ മുഴുവൻ കല്ലും കയറ്റി തിരിച്ചു മറിച്ചു. അത് ഈ വെള്ളം വെച്ച് വൺവേ ആക്കി. പിറവിത്താനത്തു നിന്ന് വന്ന് നേരെ കൊല്ലപ്പള്ളി പിന്നെ കൊടുമുടി വഴി ഇങ്ങനെ കറങ്ങി പോവാ, എലിവാലി വഴി കറങ്ങി പോവാ. റിട്ടേൺ വന്നേ ഞങ്ങൾ തടയുന്നതുകൊണ്ട് തിരിച്ചു പോകും, അല്ലെങ്കിൽ ഇവര് വീണ്ടും ഇത് വന്നേനെ വെള്ളം വെച്ചോണ്ട്. ഇതൊക്കെ ഇവിടുത്തെ കളികൾ നടക്കും. രാവിലെ വരണം, ലോറി കൊന്ന കാണേ ഇവർ നിറഞ്ഞാൽ മതി, വീട്ടിൽ കൊണ്ടേ കാശ് കൊടുക്കും. കാരണം അവന്റെ ശല്യം ഒഴിഞ്ഞല്ലോ, അവരെ കസ്റ്റഡിയിൽ എടുക്കുമല്ലേ. ഇതുകൂട്ട് തന്നെ പരിപാടി നടക്കുന്നത്. ഇവര് ഈ പാറമടക്കാർ ആദ്യം ചെയ്യുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് എവിടെയെങ്കിലും കല്യാണോ അല്ലെങ്കിൽ ഉത്സവോ മരണോ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ ഓടി അവിടെ ചെല്ലും. രണ്ടുപേരെ നമ്മുടെ പാറമണ നടന്ന മുതലാളിയാ. മുതലാളി പാവപ്പെട്ടവരെ വെട്ടി മേടിക്കാനും അവരെ അടക്കലും എല്ലാം കാശ് കിട്ടി കേട്ടോ. നമുക്ക് 10,000 രൂപ കാണുന്നു കേട്ടോ. വലിയ ഗവയായിട്ടാ പറയുന്നത്. എന്തിനാ ഈ മരിച്ചു കഴിഞ്ഞ പൂട്ടും ഈ പൊട്ടി വെച്ചോണ്ടും ഈ 5 ദിവസം കഴിയുമ്പോ അവരെ എടുത്തു നോക്കിയാൽ ഈ പൂട്ടുണ്ടൊക്കെ വല്ലതും കാണും അവിടെ ജീവിച്ചിരിക്കുമ്പോ ചങ്ക് പിടപ്പിച്ചായിരിക്കാം മനുഷ്യൻ ജീവിച്ചെന്ന് പറഞ്ഞു. പൊട്ടിയിൽ കേട്ട് സഹിച്ചായിരിക്കാം മനുഷ്യന് അവനോട് പെട്ടിപിടിച്ചു കൊടുത്ത കാര്യമുണ്ടോ? ഇത് കൂടെ നടക്കുന്നത് ഇവിടെ. ഇപ്പം ഈ പാറമടക്കാർ തന്നെ പല സ്ഥലങ്ങളിലും, ഈ എല്ലാ സ്ഥലങ്ങളിലും പാറമടക്കാര് പല വീടുകളിലും പിള്ളേരെ വിദേശത്ത് വിടുന്നുണ്ട്. സഹായം വേണ്ടി കൊടുത്തേക്കുക. കാരണം അത്രയും ശല്യം ഒഴിഞ്ഞല്ലോ. പിന്നെ ഇപ്പൊ ആശ്രയിച്ച പ്രധാന പരിപാടി തന്നെ പിള്ളേരുടെ ഉരുളക്കിഴങ്ങ് ചുമക്കുക. പത്രത്തിലെ വിവരം അനുസരിച്ച് ലോകത്തിൽ ഏറ്റവും കൂടുതൽ ഉരുളക്കിഴങ്ങ് ഉണ്ടാകുന്ന ആശ്രയിച്ച വലിയ മലനിരയില, തെങ്ങിന്റെ മണ്ട ഇറങ്ങി വരുന്ന പോലെയാ. നമ്മുടെ കേരളത്തിൽ പോയ പാവപ്പെട്ട പിള്ളേരല്ലേ, വീട്ടിൽ കോഴിയെ പോലും വളർത്തിയിട്ടുള്ളവരല്ല, മുതുകൊടിഞ്ഞാൻ വേണ്ടിയല്ല വഴി കൊണ്ടേ കൊടുക്കുന്നു. 1 മണിക്കൂർ പണിന്ന് എത്ര രൂപ? കൃത്യം കമ്പ്യൂട്ടർ സമയം കാണിക്കുമ്പോൾ പണി നിർത്തി. എല്ലാവർക്കും ഇത് തന്നെ പരിപാടി. അത് നിങ്ങൾ പറഞ്ഞില്ലേ 20 സമാധാനമുണ്ട്. ഏറ്റെടുക്കാൻ 80-90 കിലോ ഉള്ള കാരണവന്മാരെ പൊക്കി കാലും കയ്യും. നമ്മുടെ ഒരു പെണ്ണുണ്ട്, അവള് പറയുന്നത് ഈ കാല് കടലെന്നെങ്കിലും താഴെ പോയി നിന്ന് എടുത്ത്, എല്ലാം ഓട്ടോമാറ്റിക് സംവിധാനങ്ങളാണ്. അവള് പറഞ്ഞാൽ ഈ കഷ്ടപ്പെട്ട് പോകണമെന്ന് പറയും. ഈ കാലത്ത് എടുത്ത് പോക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ട് നമ്മുടെ വീട്ടിലെ ചാച്ചന്റെ മൊത്തം തൂക്കം വരുമെന്ന് പറയും ഒരു കാലും കഴിക്കും ഓരോരുത്തന്മാരുടെ. അറിയോ, നമ്മുടെ നാട്ടിൻപുറത്തുള്ള 3 ഇരട്ടി നാട്ടിൻപുറത്തുള്ള നേഴ്സുമാര് പോയി അവിടെയുള്ള അപ്പച്ചനെ അമ്മച്ചനെ നോക്കി കഴിഞ്ഞാൽ നോക്കാൻ പറ്റുന്ന അവസ്ഥയില്ല. കാരണം അവള് ബോൺ വെയിറ്റ് ഒക്കെ കണ്ടവാനും എന്നിട്ട് അവർ സഹിച്ചു കിടക്കുക. ജീവിക്കാൻ വേണ്ടി പറഞ്ഞില്ല 10 കൊല്ലം കഴിഞ്ഞാൽ തിരിച്ചു വരാൻ വണ്ടിക്ക് ഒക്കുന്നില്ലെന്നാ സത്യം. അത് അവർ ഇവരൊക്കെ എടുത്തു പോകുമ്പോൾ പിന്നെ ഇത്ര കഷ്ടപ്പെട്ടാലും നേരും നെറിയുണ്ട് അവിടെ. നമ്മുടെ ഇവിടുത്തെ പോലെ ആശുപത്രി 10 പേര് ചെയ്യേണ്ട ആശുപത്രിയിൽ 4 പേരായിട്ട് ചെയ്യുന്ന പണിയൊന്നും കാണിക്കുന്നില്ല. നമ്മുടെ ഇവിടെ ഒരു ഹോസ്പിറ്റലുകളിൽ നടക്കുന്നതിനാ 10 പേര് ജോലി ചെയ്യേണ്ട ഒരു ഏരിയ, ഒരു വാർഡെന്ന് വെച്ചു ഇത്ര ബെഡ്റൂം കൊടുക്കുകയാണല്ലോ. അവിടെ 10 പേര് ചെയ്യേണ്ടതാണ്, കൂടി വന്നാൽ 4 പേരായിട്ട് ജോലി ചെയ്യും എന്ന് 10-22 രൂപയും കൊടുക്കും. അത് നമ്മുടെ പള്ളിയിലും എല്ലായിടത്തും അത് സ്കൂളിലാണെങ്കിൽ അങ്ങനെ ചെയ്യിക്കുന്നു, പള്ളിയിൽ പിന്നെ ആശുപത്രികളിൽ നടത്തുന്നു. എന്ത് സ്ഥാപനം എവിടെ നടത്തിയിട്ടുണ്ടോ ചാരിറ്റിയാ. പക്ഷേ ഏത് എഴുതി വെക്കുമ്പോൾ എല്ലാം ചാരിറ്റി. 2 കണക്കാ. ചാരിറ്റി ഒരു വശത്തൂടെയും പോവും, ഇവിടുത്തെ ചാരാത്ത വശം ഇങ്ങോട്ടും പോവും. ഇതാ നടക്കുന്നത്. പറച്ചിൽ ചാരിറ്റി പുണ്യപ്രവൃത്തിയാണ് മുഴുവൻ. എന്താ പുണ്യപ്രവൃത്തി? ആരുടെ പുണ്യപ്രവൃത്തി? ഇപ്പൊ ഇങ്ങനെ ഈ സറി ഇവരെങ്ങാനും അറിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളെ വീട്ടിൽ അന്വേഷിച്ച് പറ്റാത്തില്ല. നമ്മളെ കൂടെ അന്വേഷിച്ചു 5-6 വർഷമായി ഞങ്ങൾ ഇതിനു വേണ്ടി കോട്ടയം ജില്ലയിൽ പറങ്ങാനം വില്ലേജിൽ ഖനനാനുമതികളൊന്നുമില്ലാതെ 2022 മുതൽ അനധികൃതമായി പ്രവർത്തിച്ചു വരുന്നതും
പരിസ്ഥിതി അനുമതിക്ക് അപേക്ഷ സമർപ്പിച്ചുള്ളതുമായ ശ്രീ സജിമോൻ പാലക്കാട് കിടങ്ങൂർ PO എന്നയാളുടെ ഉടമസ്ഥയിലുള്ള പാല മെറ്റൽസ് എന്ന സ്ഥാപനത്തിന് താഴെ പറയുന്ന കാരണങ്ങളാൽ പരിസ്ഥിതിക്ക് അനുമതി നിഷേധിക്കുകയും നിലവിൽ നടന്നിട്ടുള്ള നിയമലംഘനങ്ങൾക്കും അനധികൃത ഖനനത്തിനും മേൽ നടപടിയെടുക്കണമെന്നും അപേക്ഷിക്കുന്നു. പരാതിക്കാരനായ മാത്യു AJ ഔസേപ്പുറമ്പിൽ എന്ന ഞാൻ നിർദ്ദിഷ്ട ക്വാറിക്ക് 200 മീറ്ററിനുള്ളിലെ താമസിക്കുകയും 200 മീറ്ററിനുള്ളിൽ കൃഷി ചെയ്ത് ജീവിക്കുന്ന ആളാണ്. എൻ്റെ വയസ്സ് 73, എൻ്റെ ഭാര്യയ്ക്ക് 71 ആണ്. ഞങ്ങൾ മാത്രമാണ് ഈ പുരയിടത്തിൽ താമസിക്കുക. എൻ്റെ മക്കൾ ജോലിയും വിദ്യാഭ്യാസവുമായി ഇന്ത്യക്ക് പുറത്തുമാണ്. ഈ പാറമഴയുടെ തെക്കുവശത്തു നിന്നും തോട് ഉത്ഭവിച്ച് വടക്കായി തോട് ഒഴുകുന്നു. ഇതിൻ്റെ സമീപത്ത് 1 മീറ്റർ ടാങ്ക് കെട്ടി അതിൽ 1 കിലോമീറ്റർ ദൂരത്തിൽ PVC പൈപ്പ് ഇട്ട് 2000 ലിറ്റർ ടാങ്കിലേക്കുള്ള വെള്ളം ഒഴുകുന്നു. 11 മാസം 130-ൽ പരം വീട്ടുകാർക്ക് കറണ്ട് ചാർജ് ഇല്ലാതെ വെള്ളം കിട്ടുന്ന കോളനി ഉൾപ്പെടെ ആളുകൾക്ക് ഉപകാരമാണ്. മുമ്പ് പറഞ്ഞ തോട് തെക്കുവടക്കായി ഒഴുകി ഭരണങ്ങാനം, കടനാട്, രാമപുരം, കരൂർ പഞ്ചായത്തിൽ കൂടി ഒഴുകി ലാളം തോട്ടിൽ ചെന്ന് മേനച്ചിൽ ആറ്റിൽ ചേരുന്നു. ഈ തോടിൻ്റെ സമീപത്തുകൂടി ഒഴുകുന്ന ജലം 600-ൽ പരം ജലനിധി കിണറുകളും 14,000-ൽ പരം ശുദ്ധജല കിണറുകളുണ്ട്. ഇതിലെ ജലം മലിനമാകുന്നു. കൂടാതെ മനുഷ്യർക്ക് കുളിക്കാനും കുടിക്കാനും തുണി അലക്കുവാനും വെള്ളം ഉപയോഗിക്കുന്നു. പാറമടകളും ക്രഷറും കൂടി പണി തുടങ്ങിയാൽ മലിനജലം ഒഴുകി തോട്ടിലേക്ക് പതിക്കുന്നു. ആയതിനാൽ പരിസ്ഥിതി വളരെ മോശമായിക്കൊണ്ടിരിക്കുന്നു. ജനങ്ങൾക്ക് ഇത് കീറാമുട്ടിയാവുകയും ചെയ്യുന്നു. നിർദ്ദിഷ്ട പാറമടയ്ക്ക് സമീപം 100 മീറ്ററിനുള്ളിൽ വിനോദസഞ്ചാരികൾ അടക്കം നാട്ടുക മുഴുവൻ സഞ്ചരിക്കുന്ന വെള്ളച്ചാട്ടവും കുടിവെള്ളത്തിനും മറ്റുമായി ഉപയോഗിക്കുന്ന തോടും നിലവിലുണ്ട്. ആയത് മറച്ചു വെച്ചാണ് നിർദ്ദിഷ്ട പാറമട വിവിധ ഖനന അനുമതിക്ക് അപേക്ഷ നൽകിയിട്ടുള്ളത്. നിർദ്ദിഷ്ട പാറമടയ്ക്ക് ലീസ് ഏരിയയ്ക്ക് അടുത്ത 300 മീറ്ററിനുള്ളിൽ മറ്റൊരു പാറമടയും 20 ദൂരത്തിനുള്ളിൽ ജനങ്ങൾ സഞ്ചരിക്കുന്ന പഞ്ചായത്ത് റോഡും 1 മീറ്ററിനുള്ളിൽ തോടും വിനോദസഞ്ചാരികൾ വരുന്ന വെള്ളച്ചാട്ടവും 15 മീറ്ററിനുള്ളിൽ കൃഷിയിടവും 20 മീറ്ററിനുള്ളിൽ ജനവാസ ഗൃഹങ്ങളുമാണ് എന്ന കാര്യം അപേക്ഷയിൽ മറച്ചു വെച്ചിട്ടുണ്ട്. പഞ്ചായത്തിൽ നിന്ന് ലഭിച്ച ബിൽഡിംഗ് പെർമിറ്റ് പേരിൽ വളരെയധികം സ്ഥലം കഴിഞ്ഞ് 2 വർഷമായി പാറ പൊട്ടിച്ച് വ്യാവസായികമായി കല്ല് വിൽപ്പന നടത്തിക്കൊണ്ടിരിക്കുന്നു. അതിനുമേൽ ഞാൻ നൽകിയ പരാതിയിന്മേൽ ജില്ലാ കളക്ടറും ജില്ലാ ജിയോളജിസ്റ്റും പഞ്ചായത്ത് സെക്രട്ടറിയും വില്ലേജ് ഓഫീസറും തഹസീൽദാരും പോലീസും വകുപ്പും നിയമ നടപടികൾ എടുക്കുകയും പിഴയടയ്ക്കുകയും ചെയ്തിട്ടുള്ളതാണ്. പക്ഷേ അനധികൃതമായി ഖനനം ചെയ്ത ഖനിയുടെ യഥാർത്ഥ വിലയും ക്രിമിനൽ കുറ്റവും നിയമപരമായ നടപടികളും അനുശാസിക്കുന്ന പ്രകാരമുള്ള നിയമ നടപടികൾ നാളിതുവരെ നടപ്പിലാക്കപ്പെട്ടിട്ടില്ല. അനധികൃതമായി നടത്തിയ ഖനനം ഉണ്ടാക്കിയ പരിസ്ഥിതി ആഘാതങ്ങളെക്കുറിച്ചും ഉണ്ടാക്കിയ മലിനീകരണങ്ങളെക്കുറിച്ചും അനധികൃത സ്വത്ത് സമ്പാദ്യത്തെക്കുറിച്ചും നാളിതുവരെ നൽകിയ പരാതികൾക്ക് മേൽ നടപടികളൊന്നും എടുത്തിട്ടില്ല. 5 അനധികൃതമായി നടത്തിയ ഖനനം ഉണ്ടാക്കിയ പരിസ്ഥിതി ആഘാതങ്ങളെക്കുറിച്ചും ഉണ്ടാക്കിയ മലിനീകരണങ്ങളെക്കുറിച്ചും നിർദ്ദിഷ്ട ക്വാറി പ്രകാരം ജില്ലാ ദുരന്ത നിവാരണ സമിതിയുടെ പഠന മാപ്പിംഗ് പ്രകാരം ഉൾപ്പെടുത്തുകയും പ്രകൃതി ദുരന്തം ഉണ്ടാവുകയും എന്ന നിർദ്ദേശിച്ച സ്ഥലത്ത് 2022 സംഭവിച്ച സ്ഥലവുമാണ്. ഇവിടെ പ്രദേശത്ത് നിന്നും 60ഓളം കുടുംബാംഗങ്ങളെ ഉൾപ്പെട്ടിട്ടുണ്ടായതിനെ തുടർന്ന് ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് മാറ്റി പാർപ്പിച്ച സംരക്ഷിച്ചിട്ടുള്ളതുമാണ്. നിർദ്ദിഷ്ട ക്വാറി പ്രദേശം ഉൾപ്പെടുന്ന സ്ഥലത്ത് സർക്കാർ ഭൂമിയിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. ആയതിന് വ്യക്തമായ രേഖകളില്ല എന്ന റവന്യൂ വകുപ്പ് അനുമതിയിൽ നൽകിയിട്ടുള്ളത്. പുതുതായി സർവേ നടത്തി സർക്കാർ ഭൂമിയും പട്ടയഭൂമിയും ഒഴിവാക്കി മാത്രമേ ലീസ് ഏരിയയിൽ ഖനന അനുമതിയും പരിസ്ഥിതി അനുമതിയും നൽകാവൂ. നിർദ്ദിഷ്ട ക്വാറിക്ക് തൊട്ടടുത്ത് പ്രവർത്തിക്കുന്ന റിപ്പോർട്ടുകാരുടെ 45 കൂടുതൽ ചെരുവുള്ളതും മഴവെള്ളം നിയന്ത്രിക്കാൻ കഴിയില്ലാത്തതുമായ ഈ പ്രദേശത്ത് ഖനനം നടപടി എന്നത് നിർദ്ദേശിച്ചിരിക്കുന്നത്. ഈ നിർദ്ദേശം അവഗണിച്ച് ഖനനം നടത്തിയതിനു ശേഷം ഈ പ്രദേശം പരിസ്ഥിതി ആഘാത മേനിംഗ് പ്രകാരം പ്ലാൻ പരിഹരിച്ചിട്ടില്ല. നിർദ്ദിഷ്ട ക്വാറിക്ക് തൊട്ടടുത്ത് പ്രവർത്തിച്ചു വരുന്ന ഭരണങ്ങാനം പ്രോച്ചസിസ് നൽകിയ സെയിൽസിന്റെയും റിപ്പോർട്ടിന്റെയും ഹാജരാക്കിയ 45 കൂടുതൽ ചെരുവുകളും നിർദ്ദിഷ്ട ക്വാറി സമുദ്രനിരപ്പിൽ നിന്നും 230 അടി
ഇതിൽ നിന്നും 1100 അടിയിലേക്ക് കുത്തനെ ചെരിഞ്ഞു നിൽക്കുന്നതും പടിഞ്ഞാറൻ കടക്കാറ്റ് നേരിട്ട് ഏൽക്കുന്നതുമായ പ്രദേശമാണ്. ഈ പ്രദേശത്ത് 12 സെന്റിമീറ്ററിലധികം മഴ ഒരു മണിക്കൂറിനുള്ളിൽ എല്ലാ വർഷവും പെയ്യുന്ന സാഹചര്യമുണ്ട്. 2 പാറമടകളിൽ 5 ഹെക്ടർ വരുന്ന ഭരണങ്ങാനം, 10 ഹെക്ടറോളം വരുന്ന പാല മെറ്റൽസ് എന്ന പാറമടയുമായി 15 ഹെക്ടർ, അതായത് 15 ഇൻറ്റു 1,50,000 ഹെക്ടർ മീറ്റർ ഭൂമി തുറന്ന് പാറയായി മാറുകയാണ്. ഈ സ്ഥലത്ത് ഒരു 1 mm മഴ പെയ്യുക എന്നാൽ 1,50,000 ലിറ്റർ വെള്ളവും താഴെയുള്ള നിർമ്മാണശാലകളിലേക്ക് നിമിഷങ്ങൾക്കുള്ളിൽ ഒഴുകി ചെല്ലും എന്നുള്ളതാണ് ആയത്. 1 മണിക്കൂറിൽ 10 സെന്റിമീറ്റർ ആണെങ്കിൽ താഴ്വരയിൽ മുഴുവൻ വെള്ളപ്പൊക്കത്തിന് ഇടയാകുന്നുള്ള പ്രകരശേഷിയാണ് ഈ പ്രദേശത്ത് നിലനിൽക്കുന്നത്. അതുമാത്രമല്ല, ഈ മലയുടെ 1 കിലോമീറ്റർ അകലത്തിനുള്ളിൽ 10ഓളം സാമൂഹിക കുടിവെള്ള സമിതിയുടെ ജലസ്രോതസ്സും 100-ലധികം സ്വകാര്യ വ്യക്തികളുടെ ജലസ്രോതസ്സും ഈ മലവെള്ളപ്പാച്ചിലിൽ കരകവിഞ്ഞ് മലിനപ്പെടുന്ന അവസ്ഥയുണ്ട്. വർഷങ്ങളാൽ കൃഷി ചെയ്യപ്പെടുന്ന കിടന്ന സർക്കാർ ഭൂമി അടക്കം ഉൾപ്പെടുന്ന ഈ മല നിരകളിൽ നിരവധി വന്യമൃഗങ്ങൾ, പ്രത്യേകിച്ച് മുള്ളംപന്നി, കുറുക്കൻ, മരപ്പെട്ടി, വെരുക്, കീരി, കരയാമകൾ, കാട്ടുമുയൽ, വിവിധയിനം തവളകൾ, ചിത്രശലഭങ്ങൾ, വിവിധയിനം തേനീച്ചകൾ തുടങ്ങിയ നിരവധി അന്യം നിന്നു പോകുന്ന ഇനങ്ങളുണ്ട്. സസ്യപക്ഷി മൃഗങ്ങളുടെ ആവാസ കേന്ദ്രങ്ങൾ ഇവർ മൂലം ആക്രമിക്കപ്പെടുന്നത് കൊണ്ടും താഴ്വരയിലുള്ള കൃഷിയും വളർത്തുമൃഗങ്ങളും ഇവ മൂലം നശിക്കപ്പെടുകയുമാണ്. മേൽപ്പറഞ്ഞ കാരണങ്ങളാൽ പാല മെറ്റൽസ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന സ്ഥാപനത്തിന് ഖനനാനുമതിയും പരിസ്ഥിതിയും നിഷേധിച്ച് നിയമ നടപടികൾ എടുക്കണമെന്ന് അപേക്ഷിക്കുന്നു. കോട്ടയം ജില്ലയിൽ ഭരണങ്ങാനം വില്ലേജിൽ 34/126/2 129/3 വരെ സർവേ നമ്പറിൽപ്പെട്ട കോപ്പിയും മീനമ്പാറ ആലമറ്റം തോടിൻ്റെ അടുത്ത് ഈ ക്രഷർ യൂണിറ്റിൻ്റെ കെട്ടിടം പണിത് കഴിച്ചു. ഇതിൻ്റെ കിഴക്കേ വശത്തു നിന്നും 50 മീറ്റർ അകലെ തോടിൻ്റെ ഉത്ഭവമാണ്. ആ തോട് ഭരണങ്ങാനം പഞ്ചായത്ത്, കടനാട് പഞ്ചായത്ത്, രാമപുരം പഞ്ചായത്ത് 3-ാം വാർഡിലെ ഒരു ആലമറ്റം പ്രദേശമാണ്. നാടുകാണിമല എന്നാണ് അറിയപ്പെടുന്ന ഈ മല. ഈ മലയിലേണ്ട് 110 ഏക്കറോളം സ്ഥലം പാറമട ലോബിയുടെ കൈകളിലാണ്. ഇവിടെ മുഴുവൻ നശിപ്പിച്ച് നാരായണക്കല്ല് പിടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ പ്രദേശത്ത് ആൾക്കാർക്ക് താമസിക്കാൻ പറ്റത്തില്ല. 8ഉം 10ഉം ഹിറ്റാച്ചി കിടന്ന് പണിയുന്നു. അതുപോലെ ലോറികൾ 10-70 ലോറിയാണ് ദിവസം വന്നുകൊണ്ട് ലോഡ് പോകുന്നത്. 10-40 ടണ്ണ് കേവ് ഭാരമുള്ള ലോറിയിൽ കല്ലുമായി പോകുന്നു. പരിസരവാസികൾക്ക് ജീവിക്കാൻ ബുദ്ധിമുട്ടാണ്. ജീവനും സ്വത്തിനും സംരക്ഷണം തരേണ്ട ഉദ്യോഗസ്ഥന്മാർ കണ്ണടക്കുകയാണ്. ലക്ഷങ്ങളാണ് അവരുടെ കൈകളിലേക്ക് ചെല്ലുന്നത്. അവർ വാങ്ങുന്നു. പാറമടക്കാർ ഇരിയവി അറിയാതെ ഈ കല്ല് വിറ്റ് കാശുണ്ടാക്കുന്നു. നാടിനെ മുടിക്കുന്ന, സമൂഹത്തിന് നാശം വരുന്ന, ജീവനും സ്വത്തിനും സംരക്ഷണം തരേണ്ട ഉദ്യോഗസ്ഥന്മാർ അവരുടെ അനസ്ഥ കൊണ്ടാണ് ഇതിങ്ങനെ നടക്കുന്നത്. ലൈസൻസ് പരാതിയുമായിട്ട് ചെല്ലുന്നവരെ പറഞ്ഞു വിടുന്നു. നിങ്ങൾ എവിടെയാണ് കൊണ്ടേ കൊടുക്കുക? ഇങ്ങനെ ഓരോ മുടന്തൻ ന്യായങ്ങൾ പറയുന്നു. മുൻ പഞ്ചായത്ത് മെമ്പർമാരോട് പരാതിപ്പെട്ടിട്ടും അവർ ഇതിനകത്ത് യാതൊരുവിധ ഉത്സാഹവും കാണിക്കും.